ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക വളരെ മോശം വിഭാഗത്തിലാണ്. 50% സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം ഒഴിവാക്കി. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഇത് ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് പോകുന്നു എന്നതാണോ? ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ഒഴിവാക്കുന്ന സാഹചര്യമൊക്കെ എന്തുകൊണ്ടാണ്? അനുജ, കഴിഞ്ഞ മാസം പകുതി മുതലാണ് ഈ വായു മലിനീകരണം രൂക്ഷമാകുന്ന തരത്തിലേക്ക് ഡൽഹിയിലെ സാഹചര്യം മാറിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ 300-ന് മുകളിൽ തന്നെയാണ് വായു ഗുണനിലവാര സൂചിക വായു മലിനീകരണ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് മാത്രം ശരാശരി 340-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. അതായത് വളരെ മോശം വിഭാഗത്തിലാണ് സാഹചര്യം തുടരുന്നു എന്നത് തന്നെ. എന്നാൽ ഈ നിലവിലെ ഈ വായു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രാപ്പ് 3 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ വായു നിലവാരം ഇന്നലെ രാത്രി വരെയുള്ള കണക്കുകൾ പ്രകാരം മെച്ചപ്പെട്ടതിനനുസരിച്ച് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ സാഹചര്യം വീണ്ടും രൂക്ഷമാകുന്നു എന്നതിലേക്കാണ് ഇന്നത്തെ കണക്കുകൾ വരുമ്പോൾ എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടത്തും ഈ പുകമഞ്ഞ് രൂപപ്പെട്ട സാഹചര്യമുണ്ട്. ദൃശ്യപരിധി അടക്കം അത് ബാധിച്ചിട്ടുമുണ്ട്. ഇന്നലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പോലും ഇക്കാര്യത്തിൽ ഒരു ആശങ്ക അറിയിച്ചിരുന്നു. അതായത് പുറത്ത് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നടന്നു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം സാഹചര്യവും ആശങ്കകളും ഇന്നലെ ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇത്തരത്തിൽ വായു മലിനീകരണ തോതും 340-ന് മുകളിൽ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. പല ആളുകൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ആശുപത്രി ഡോക്ടർമാർ തന്നെ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കൃത്രിമ മഴ പെയ്യിക്കാൻ ഈ മാസം ആദ്യം ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ കൂടിയും അതും പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഇതിലൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഈ മലിനീകരണ തോത് അതിങ്ങനെ അനിയന്ത്രിതമായി ഉയരുകയാണ്. രാജ്യതലസ്ഥാനത്താണ് അതീവ ഗുരുതരമായൊരു സാഹചര്യമുള്ളത്. വായു ഗുണനിലവാര സൂചിക അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ്. മഞ്ഞ് പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനകൾ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.